ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പോളാർ ഫോമാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഓൾറെഡി ഒരു കോംപ്ലക്സ് പ്ലെയിൻ വരച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, അത് നമ്മൾ കോംപ്ലക്സ് നമ്പർ സെഡായിട്ട് കൺസിഡർ ചെയ്യാം. ജോയിൻ ഒ പി, അതായത് ഈ ലൈനിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ 6 കൊടുത്തിട്ടുണ്ട്. സോ 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? √(x²+ y²). അതായത് ഈ ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ. അപ്പോൾ √(x² + y² ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഈ 6 എന്ന് പറയുന്നത്. ആ √(x² + y² നമ്മൾ മോഡ് z എന്ന് പറയും. എക്സ് എന്താണ്? x+iy. സോ മോഡ് z എന്ന് പറയുമ്പോൾ √(x² + y² ആണ്. 6 എന്ന് പറയുന്നത് നമ്മൾ മോഡുലസ് ഓഫ് z. ഈ 6നെ നമ്മൾ മോഡുലസ് ഓഫ് z എന്നാണ് പറയുന്നത്. ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ഇൻ ദ പോസിറ്റീവ് ഡിറക്ഷൻ ഫ്രം ദ എക്സ് ആക്സിസ്. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒരു എക്സ് ആക്സിസിൽ നിന്ന് തുടങ്ങുന്ന ഒരു ആംഗിള്, ഒരു എക്സ് ആക്സിസിലുള്ള ഒരു ആംഗിളാണ് പോസിറ്റീവ് ഡിറക്ഷനിലുള്ളത്. ഓക്കെ, സോ ദെൻ y/x = tan θ. y/x എന്ന് പറയുന്നത് എന്തായിരിക്കും? tan θ. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഫോമുല എങ്ങനെയാണ് വന്നതെന്ന്. സോ y/x = tan θ. അപ്പോൾ എങ്ങനെയായിരിക്കും തീറ്റയുടെ ഫോമുല? θ = tan ഇൻവേഴ്സ് y/x. ഈ ഇക്വേഷനൊക്കെ നമുക്ക് 10th ക്ലാസ്സിലും ഒക്കെ തൊട്ട് പഠിച്ചു തുടങ്ങുന്നതാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് സൈൻ, കോസ്, ടാൻ, ഹൈപ്പോട്ടന്യൂസ്, മറ്റേ ട്രിഗണോമെട്രിയിൽ. സോ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ആൻഡ് തീറ്റ ഈസ് കോൾഡ് ദ ആർഗ്യുമെൻറ്റ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് y/x. ആ തീറ്റേനെ നമ്മൾ ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും. തീറ്റ = ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ഓർ തീറ്റ = ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ്. അങ്ങനെ രണ്ട് പേരിലും വിളിക്കാം. തീറ്റ ഈസ് ഓൾവേസ് മെഷേർഡ് ഇൻ പോസിറ്റീവ് ഡിറക്ഷൻ ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. തീറ്റ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ഡിറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും പറയാം. ആൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ ലൈസ് ബിറ്റ്വീൻ -π ഓർ π. സോ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? തീറ്റ ഓൾവേസ് പോസിറ്റീവ് ഡിറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ആണെന്നും പറയാം. ആൻഡ് തീറ്റയുടെ വാല്യൂ എവിടെയായിരിക്കും? π തൊട്ട് π ടു -π ടു ആൻഡ് π. -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഈക്വൽ ടു π. ഈ -πയുടെയും πയുടെയും വാല്യൂവിൻ്റെ നടുക്കായിരിക്കും, ബിറ്റ്വീൻ ആയിരിക്കും തീറ്റ വരുന്നത്. z = x+iy. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ z = x+iy ആണല്ലോ. ക്യാൻ ബി റിട്ടൺ ഇൻ ദ ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് ഈ z = x+iy നമുക്ക് മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഓർ പോളാർ ഫോം എന്നും പറയും. അതിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. z = r cos θ + ir sin θ. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ z = r പുറത്തെടുത്ത് കഴിയുമ്പോൾ cos θ + i sin θ. z = r e⁻⁻θ. ഈ e⁻⁻θ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ യൂലേഴ്സ് ഫോമുലുണ്ട്. e⁻⁻θ എന്ന് പറയുന്നത് cos θ + i sin θ ആണ് യൂലേഴ്സ് ഫോമുല. സോ അത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് r e⁻⁻θ എന്ന് ഓർക്കും. z = r e⁻⁻θ എന്നൊരു ഫോമിൽ വരും. ഇതാണ് അതിൻ്റെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഓർ പോളാർ ഫോം. സോ -π ലെസ് ദാൻ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഈക്വൽ ടു π. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ഫസ്റ്റ് പ്രോബ്ലമാണ് z = 1+i. ഇത് നമ്മൾ പോളാർ ഫോം അഥവാ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമിൽ എഴുതാം. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ എക്സും വൈയും ആണല്ലോ. അപ്പോൾ നമുക്ക് r = √(x² + y²). അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സും വൈയും ആദ്യം എഴുതണം. സോ എക്സ് എത്രയാണ്? ഇവിടെ 1. വൈ എത്രയാണ്? വൈയും 1. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമുല അനുസരിച്ച് ആറിൻ്റെ വാല്യൂ എത്രയാണ്? r = √(x² + y². ദാറ്റ് ഈസ് √(1²